നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഷോ ദാറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ എന്നാണ്. അപ്പോൾ എ ആണ് നമ്മുടെ കൗണ്ടബിൾ സെറ്റ്, ഇതിന്റെ സബ്സെറ്റ് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് കാണിക്കണം. അപ്പൊ ഈ ഒരു സെറ്റ് ഇവിടെ ഇപ്പൊ എന് രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലെ. എ നമുക്ക് ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ എ നമുക്ക് എന്താവാം, ഇൻഫൈനൈറ്റ് ആവാം. ഇപ്പൊ സപ്പോസ് ബി കണ്ടെയ്ൻഡ് ഇൻ എ, ഈ എ ഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എ ഫൈനൈറ്റ് ആണെങ്കിൽ ബി എന്താ വരിക, ഇതിന് അതായത് ഈ സെറ്റിനേക്കാളും വലിയൊരു സെറ്റ് എന്താണ് ഫൈനൈറ്റ് ആണ്. അപ്പൊ എന്തായാലും ബി ഫൈനൈറ്റ് ആയേ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയണ ഒരു കേസാണ് എവരി ഫൈനൈറ്റ് സെറ്റ് ഈസ് കൗണ്ടബിൾ. ഇനി ഇതിൽ തന്നെ കേസ് 2 ഉണ്ട്, അതായത് ഈ എ എന്താണ് ഇൻഫൈനൈറ്റ് ആയി എന്താ സംഭവിക്കുക, അതുപോലെ എ കൗണ്ടബിൾ ആണ്. അപ്പൊ എ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കേസിൽ നമുക്ക് എങ്ങനെ പ്രൂഫ് മുന്നോട്ട് പോവാം. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടത് കൺസ്ട്രക്റ്റീവ് പ്രൂഫുകളാണ്. അതായത് കുറച്ച് കഴിഞ്ഞ് കാണും റിയൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. അപ്പോ ബാക്കിയുള്ള പ്രൂഫില് നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്തേ, അങ്ങനെയല്ലോ എന്നുള്ള ചോദ്യം വേണ്ട. കാരണം എന്താ വെച്ചാ അത് മുന്നേ ഓരോ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് അത് എഴുതുക ചോദ്യം വരുമ്പോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൂഫ് ആണ് കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. ഇവിടെ എന്താ വന്നേ, എ ഈസ് കൗണ്ടബിൾ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എ കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെ കൗണ്ടബിൾ ആണെന്ന് കാണിക്കുക. അവിടുന്ന് ഒരു ബൈജക്ഷൻ ഉണ്ടാവണം. എവിടുന്ന്, നേച്ചുറൽ നമ്പറിൽ നിന്ന് എയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയാ, കൗണ്ടബിൾ ആന്ന് പറയാ. മാത്രല്ല ഈ എയിലെ എലമെന്റ്സിനൊക്കെ ഇപ്പൊ നമുക്ക് കൗണ്ടബിൾ ആയതുകൊണ്ട് എങ്ങനെ എഴുതാം, A1 A2 A3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് AN എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്കുള്ളത് എന്താണ്, ബി കണ്ടെയ്ൻഡ് ഇൻ എ. എന്തായാലും ബിയിലുള്ള എലമെന്റ്സ് ആണ്. എയിലുള്ള ചില എലമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവും, അതായത് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ടാവും. പക്ഷെ എയിലുള്ള ചില എലമെന്റ്സ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, ബിയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാന് ബീനെ എങ്ങനെ എഴുതി, AN1 AN2 അങ്ങനെ പറഞ്ഞിട്ട് എക്സെട്ര AN3 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ജി ഫ്രം എൻ ടു ബി എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. അതെങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ ഒരു നേച്ചുറൽ നമ്പറിനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ANK ആയിരിക്കും. പിന്നെ നമ്മുടെ അവളുടെ ഗൈഡിലൊക്കെ ഇതെന്താന്ന് പറഞ്ഞു, ഈ ഒരു ഫംഗ്ഷൻ ഡയറക്റ്റ് 1 1 ആണ്, ഓൺ ടു ആണ്, ബൈജക്ഷൻ ആണ് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഒന്നും കൂടി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് 1 1 ഓൺ ടു ആണെങ്കിൽ നമുക്ക് കൗണ്ടബിൾ ആണെന്ന് കിട്ടി. ഏത്, ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷൻ 1 1 ഉം ഓൺ ടു ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ എന്താണ് 1 1 എന്താണ് ഓൺ ടു എന്ന്. അപ്പൊ നമുക്ക് g of k1 ഈക്വൽ ടു g of k2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ANK1. ഈ എന്നും കെയും അടുത്തടുത്താട്ടോ, മീൻസ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. കെ കുറച്ച് മുകളിൽ തന്നെയാണ്, ANK. അപ്പൊ ANK1 ഈക്വൽ ടു ANK2. ഈ ANKകളെല്ലാം എന്താണ്, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അറിയാം NK1 ഈക്വൽ ടു NK2 എന്ന് നമുക്ക് കിട്ടും. എല്ലാ എകളും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവര് ഈക്വൽ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും NK1 ഈക്വൽ ടു NK2 ആയേ പറ്റുള്ളൂ. അവിടെ നമുക്ക് എന്നുകൾ ക്യാൻസൽ ചെയ്തിട്ട് K1 ഈക്വൽ ടു K2 എന്ന് എഴുതി. അപ്പൊ 1 എന്ന് കിട്ടി. ഇനി ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ബിന്ന് ഏത് എലമെന്റ് എടുത്താലും നമുക്ക് ഒരു നേച്ചുറൽ നമ്പറിനെ കിട്ടും, സച്ച് ദാറ്റ് ഇത് ഇമേജ് ആയി വരുന്ന ഒരു നമ്പറിനെ നമുക്ക് കിട്ടും. ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ, ഓൺ ടുന്റെ ഡെഫിനിഷൻ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ, ANK ഫോർ എവരി ബി എലമെന്റ് ഓഫ് ബി. ഇപ്പൊ ഇവിടുന്ന് എടുക്കണ എലമെന്റ് ബി എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, we get k such that g of k equal to ANK equal to b. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി, നമുക്ക് ഇവിടെ ഒരു 1 1 ഓൺ ടു കറസ്പോണ്ടൻസ് കാണിക്കാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു എന്താണ്, ഈ ഒരു ബി എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് കിട്ടി. അടുത്തത്
If A and B are countable, set A union B is countable. അപ്പോൾ നമുക്ക് ഇവിടെ കുറെ കേസുകൾ 3 കേസാണ് വരുന്നത്. ഇത് കൗണ്ടബിൾ ആണെന്ന് കാണിക്കാൻ ആദ്യം എയും ബിയും ഫൈനൈറ്റ് ആണെന്ന് കൊടുക്കും. അതായത് രണ്ടും ഫൈനൈറ്റ് ആയ ഒരു കേസ്. പിന്നുള്ള കേസ് ഒരെണ്ണം ഫൈനൈറ്റ് ഒരെണ്ണം ഇൻഫൈനൈറ്റ് ആയ കേസ്. പിന്നുള്ളത് എന്താ, രണ്ടും ബോത്ത് ഇൻഫൈനൈറ്റ് ആയ കേസ്. അപ്പൊ ഇങ്ങനെ 3 കേസുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കാം, എയും ബിയും ഫൈനൈറ്റ് ആണ്. രണ്ടും ഫൈനൈറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്തായാലും ഫൈനൈറ്റ് ആവും. എല്ലാ ഫൈനൈറ്റ് സെറ്റും കൗണ്ടബിൾ ആണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്കുള്ളത് എ ഈസ് കൗണ്ടബിൾ ഇൻഫൈനൈറ്റ്, അതുപോലെ തന്നെ ബി ഈസ് ഫൈനൈറ്റ്. എ കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം, A1 A2 എക്സെട്ര AN എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോവും. ബി ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എവിടെ ചെന്ന് നിൽക്കും, B1 B2 എക്സെട്ര BM ഫോർ സം പോസിറ്റീവ് ഇൻറ്റീജർ M. അപ്പൊ BM അവിടെ നിന്നു. അപ്പൊ A യൂണിയൻ B എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതി, A1 A2 എക്സെട്ര AN പറഞ്ഞിട്ട് അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബീനെയും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചു, B1 B2 എക്സെട്ര BM. അപ്പോ ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് എ യൂണിയൻ ബി കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണെന്നാണ്. ഇത് ജസ്റ്റ് അങ്ങനെ എഴുതണുള്ളൂ, കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എയും ബിയും കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. എന്താണ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് എഴുതാനായിട്ട് എ യൂണിയൻ ബി ഒരുമിച്ചെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈ പ്രൂഫ് കഴിഞ്ഞു. ഇത് നല്ല എളുപ്പമാണ്. ഇനി എന്താണ്, എ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് A1 A2 എക്സെട്ര AN നേടി. അതുപോലെ തന്നെ ബി കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് B1 B2 എക്സെട്ര B എന്ന് പറഞ്ഞിട്ട് എഴുതി. എ യൂണിയൻ ബി മീൻസ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി, A1 B1 A2 B2 എക്സെട്ര AN BN. അപ്പൊ ഇതും എന്തായി, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയി. അടുത്ത നമുക്കുള്ള ക്വസ്റ്റ്യൻ, how can we accommodate a new guest arriving at a fully occupied Grand Hotel without removing any current guest? അപ്പോ ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഹോട്ടലില് ഇൻഫൈനൈറ്റ്ലി മെനി റൂംസ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോ ഇവര് ചോദിക്കുന്നത് എന്താണ്, ഇപ്പൊ ഉള്ള ആൾക്കാരെ റിമൂവ് ചെയ്യാണ്ട് പുതിയ ഗസ്റ്റ് വന്നാൽ അവരെ നമ്മൾ എവിടെ ഇരുത്താന്നാണ് ചോദ്യം. അപ്പോ ഹോട്ടൽ ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി റൂംസ്, റൂമിന് നമ്പർ കൊടുത്തു 1 2 3 ആൻഡ് സോ ഓൺ. പിന്നെന്താണ്, ഇപ്പൊ കറന്റില് എന്താണ്, അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് അതെന്ത് ചെയ്തു, ഇനി നമുക്ക് എന്താ പറയാ, പുതിയ ഗസ്റ്റിന് സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, കറണ്ട് ഗസ്റ്റിനെ അടുത്ത റൂമിലേക്ക് വിടും. അപ്പോൾ റൂം 1ലെ ഗസ്റ്റിനെ റൂം 2ലേക്ക്, റൂം 2ലെ ഗസ്റ്റിനെ റൂം 3ലേക്ക് പോകും, റൂം Nലെ ഗസ്റ്റിനെ റൂം N+1ലേക്ക് വിട്ടു. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(n) എന്ന് പറയുന്നത് N+1 ആണ്. അങ്ങനെ നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ അവളുടെ ടെക്സ്റ്റിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇത് വരുമോ വരില്ലേ എന്നുള്ളത് നമുക്ക് ഷുവർ ആക്കാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാലോ. Suppose that Hilbert Grand Hotel is fully occupied but hotel closes at all even number rooms for maintenance. Show that all guests can remain in hotel. ഈ ഹോട്ടൽ ഇൻഫൈനൈറ്റ് മെനി റൂംസ് ഉള്ള ഹോട്ടൽ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ് പറയുന്നത്, ഈവൻ നമ്പർ റൂമൊക്കെ 2 4 2 4 6 8 എല്ലാം എന്താ ചെയ്തേക്കാണ്, അടച്ചിട്ടേക്കാണ് ഫോർ മെയിൻ്റെനൻസ്. അപ്പൊ നമുക്ക് ഇവരേനെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, f(n) ഈക്വൽ ടു ഓഡ് നമ്പേഴ്സിലേക്ക് ഈ ഗസ്റ്റ് പോകണം. അപ്പൊ ഓഡ് നമ്പേഴ്സിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, 2n - 1 അല്ലെങ്കിൽ 2n+1. ഇവിടെ നമുക്ക് 1ന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 2n - 1 എന്ന് എഴുതി. അപ്പൊ ഇവിടെ ഞാൻ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെയാണ്, f ഫ്രം നേച്ചുറൽ നമ്പർ ടു ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ എന്ത് വന്നു, f(n) ഈക്വൽ ടു 2n - 1 എന്ന് വന്നു. ഇനി ഇത് 1 1 ആണ് ഓൺ 2 എന്ന് കാണിക്കണം. അപ്പൊ എളുപ്പമല്ല, 2n - 1 ഈക്വൽ ടു 2m - 1, 2n ഈക്വൽ ടു 2m എന്ന് കിട്ടും, n ഈക്വൽ ടു m. സോ ഫംഗ്ഷൻ എന്തായി, 1 1 ആയി. ഇനി ഓൺ ടു നമുക്കറിയാം, കാരണം എല്ലാ ഇവിടുത്തെ ഓഡ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ്
ആയിട്ട് നാച്ചുറൽ നമ്പർ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കാര്യം നമ്മൾ എഴുതണം. ഫോർ എവരി ഓഡ് നമ്പർ y element for every old number y we get k such that f of k എടുക്കുകയാണെങ്കിൽ 2k minus 1 equal to y. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി? 1 1 ആയി, on 2 ആയി. ഇതുവരെയുള്ള ഇനി എന്ത് പറയാം നമുക്ക് ഇവിടുന്ന്? ഇത് on 2 ആണ്. ഇനി എന്താണ്? ഓഡ് നമ്പർ റൂമൊക്കെ ഇപ്പോൾ കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് ആയി. എന്തായാലും എല്ലാ ഗസ്റ്റിനും നമുക്ക് റൂം കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. ഇത് വരുമോ വരില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല, എന്നാലും ടെക്സ്റ്റിൽ അവളുടെ ഗൈഡിലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തത്, പക്ഷെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ വൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഐഡിയ കിട്ടി. ഇനിയിപ്പോ ഇതിന്റെ അവിടുന്ന് ഓഡ് നമ്പറിനെ മാറ്റി ഈവൻ നമ്പർ വന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് അവിടെ ഫംഗ്ഷൻ f of n equal to 2 എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്തത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ ടെസ്റ്റ് കാൻഡർ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ്. 2 പേപ്പറിലും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പേപ്പറിന് നല്ല പോസിബിലിറ്റി ഉണ്ട് ഇത് ചോദിക്കാൻ. എന്താ കാരണം വെച്ചാൽ ഇത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് PGക്ക് ആണെങ്കിലും ഡിഗ്രിക്കൊക്കെ ആണെങ്കിലും ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ 4th മൊഡ്യൂളിലൊക്കെ നമ്മൾ കണ്ടു കുറേ തിയറം പ്രൂഫ് അങ്ങനെ ചോദിക്കുക. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. പേരുള്ള തിയറത്തൊക്കെ ചോദിക്കാൻ നല്ല പോസിബിലിറ്റി കൂടുതലാണ്. ഇത് പേരുള്ള ഒരേ ഒരു തിയറല്ല, ഇവിടെ പേരുള്ള വേറെ തിയറല്ലല്ലോ. അപ്പൊ കാൻഡർ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കാൻഡർ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ്. നിങ്ങൾ 4th മൊഡ്യൂൾ കണ്ടില്ല, ലാഗ്രാഞ്ച് തിയറം നമ്മൾക്ക് ചോദിക്കുന്നത്. കാൻഡർ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ് അവിടെ എന്താ പറയാ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. എളുപ്പമല്ല അതിന്റെ സ്റ്റേറ്റ്മെന്റ്. റിയൽ കൗണ്ടബിൾസ് എല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇതൊരു കൺസ്ട്രക്റ്റീവ് പ്രൂഫ് ആണ്. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ എഴുതുക, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി എന്താണ്? ആദ്യം നമുക്ക് എന്താ കാണിക്കണ്ടേ? അൺകൗണ്ടബിൾ ആണ് കാണിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് വരും? ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മള് അസ്യൂം ചെയ്യാണ് ആർ ഈസ് കൗണ്ടബിൾ എന്ന് അസ്യൂം ചെയ്തു. ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അൺകൗണ്ടബിൾ ആണെന്നാണ്. നമ്മൾ അതിനെ ഓപ്പോസിറ്റ് എടുത്തു. അങ്ങനെ ഓപ്പോസിറ്റ് എടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രഡിക്ഷൻ മെത്തേഡ്. നമ്മുടെ പൊതു സ്വഭാവമാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അല്ല എന്ന് പറയണത്. അപ്പോ അതേപോലെ എന്തായി? വി അസ്യൂം ദാറ്റ് സെറ്റ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ മീൻസ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? R1. അതായത് ഇതിപ്പോ നമ്മൾ പ്രൂവ് ചെയ്യണത് എന്താ വെച്ചാ ആറ് അൺകൗണ്ടബിൾ ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ 6 അൺകൗണ്ടബിൾ ആണെന്ന് കാണിക്കുന്നതിന് പകരം ഞാൻ കാണിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 1 അൺകൗണ്ടബിൾ ആണെന്ന് കാണിക്കുന്നു. അതായത് ഈ ആറിനേക്കാളും റിയൽ നമ്പേഴ്സിനേക്കാളും കുഞ്ഞൊരു സെറ്റാണ് ആര്? ക്ലോസ്ഡ് ഇന്റർവൽ 0 1. ഇത് തന്നെ അൺകൗണ്ടബിൾ ആയി കഴിഞ്ഞാൽ 6 എന്തായേ പറ്റുള്ളൂ? 6 അൺകൗണ്ടബിൾ ആയേ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 1 ഈസ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്നാണ്. ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 കൗണ്ടബിൾ ആണെന്ന് എടുത്തിട്ട് അവിടെ ഞാൻ എന്തുണ്ടാക്കും? ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നു. സപ്പോസ് അസ്യൂം ദാറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 1 ഈസ് അൺകൗണ്ടബിൾ. അപ്പോ ആ നമ്പേഴ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള അൺകൗണ്ടബിൾ ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നു? കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? R1 R2 R3 R4. കൗണ്ടബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒന്ന് ബൈജക്ഷൻ, ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ഉണ്ടാക്കാം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് R1 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പൊ R1 R2 R3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. ഇനി ഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3 ഈക്വൽ ടു ഒരു R4 വരെ ഞാൻ എഴുതാണ്. ഇങ്ങനെ നമ്മുടെ മെട്രിക്സിലൊക്കെ A11 A12 A13 അങ്ങനെ എഴുതില്ലേ? അതേപോലെ തന്നെ എന്തെങ്കിലും 0 1ന്റെ ഇടയിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 0.2 0.4 അങ്ങനത്തെ നമ്പേഴ്സ് അല്ലേ? 0 പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആണ് വരിക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? R1 ഈക്വൽ ടു 0. D11 D12 D13 D14. R2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതി? 0. D21 D22 D23 D24. R3 എന്ന് പറഞ്ഞിട്ട് 0. D31 D32 D33 D34 എന്ന് എഴുതി. R4 എന്ന് പറഞ്ഞിട്ട് 0. D41 D42 D43 D44 എക്സെട്ര. ഈ എക്സെട്ര ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ,
ഇനിയിപ്പൊ നമ്മൾ കാണിക്കണം, ഇപ്പൊ നമ്മൾ കൗണ്ടബിൾ ആന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ആ ക്ലോസ് ഇന്റർവൽ 0-1 എല്ലാ നമ്പേഴ്സിന് എഴുതും. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ കോൺട്രഡിക്ഷൻ എവിടെ കൊണ്ടുവരണ വെച്ചാൽ ഇതിലില്ലാത്ത ഒരു നമ്പറിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യണത്, ഒരു കോൺട്രഡിക്ഷനെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ D11 D12 D13 D14 ഇങ്ങനെ DIJ എവിടെ ഉണ്ടായിരിക്കുക, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇപ്പൊ ഞാൻ ഇതിന് എക്സാമ്പിൾ പറയാച്ചാ R1 = 0.24792 വെറുതെ എഴുതണതാ, വെറുതെ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. എനിക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എഴുതാം. 0.3592 വെറുതെ എഴുതണതാണ്. R3 = നമുക്ക് എങ്ങനെ എഴുതാം, 0.45678. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് D11 എന്നുള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, D22 എന്ന് പറയുന്ന നമ്പർ 5 ആണ്, D33 എന്ന് പറയുന്ന നമ്പർ 6 ആണ് അല്ലെ, ഞാൻ പറഞ്ഞ എക്സാമ്പിളില്. അപ്പോ ഇതുപോലെ തന്നെ D12 ആരാ, 4 ആണ്, D13 ആരാ, 7 ആണ്, അങ്ങനെ പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇനി ഞാനൊരു പുതിയ ഡെസിമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പുതിയ സംഭവം ഡിഫൈൻ ചെയ്യാണ്, 6. ഈ 6 എവിടെ ഇല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ R1 R2 R3 ഈ 6 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൂഫ് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 0-1 എല്ലാ നമ്പേഴ്സിനും എഴുതിന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല എന്ന് പ്രൂവ് ചെയ്യണ ഭാഗമായി നമ്മൾ അവിടേക്ക് എത്തി. ഇപ്പൊ 6 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 0.D1 D2 D3 D4 എന്ന് പറഞ്ഞിട്ട് എഴുതി. അതില് ഓരോ DIകളും എങ്ങനെയാ വന്നേക്കണത്, ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. DI എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്തത്, 4 എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ DII ഡയഗണൽ, ഇപ്പൊ ഞാൻ D11 D22 D33 ഒക്കെ ആരാന്ന് പറഞ്ഞില്ലേ, DII 4 അല്ലെങ്കിൽ നമ്മൾ അതിന് 4 എന്ന് എഴുതുന്നു. DII 4 ആണെങ്കിൽ നമ്മൾ 5 എന്ന് എഴുതുന്നു. എന്താ പറഞ്ഞേ, DII 4 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നു, DII 4 ആണെങ്കിൽ നമ്മൾ 5 എന്ന് പറയണു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും, ഇപ്പൊ എക്സാമ്പിൾ പറയാച്ച ഞാന് R1 എന്ന് പറയുന്നത് 0.247189 ആണ്. ഇത് വെറുതെ എഴുതണത് കേട്ടോ, അതായത് എന്താണ് ഇവര് ഉദ്ദേശിക്കണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് എടുത്തു. R2 = 0.4298, R3 = 0.32456, R4 = 0.52419 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, D11 എന്ന് പറയുന്നത് 2 ആണ്, D22 എന്ന് പറയുന്നത് 2 ആണ്, D33 എന്ന് പറയുന്നത് 4 ആണ്, D44 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കണേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ R എന്ത് വരും, 0. D11 4 അല്ല, അപ്പൊ 4 അല്ലെങ്കിൽ 4 എന്ന് എഴുതണം. ഇനി ഇവിടെ D22 2 ആണ്, അപ്പൊ അതെന്തല്ല, 4 അല്ല, 4 അല്ലെങ്കിൽ 4 എന്ന് എഴുതാം. D33 നമുക്ക് 4 ആ വന്നേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് എന്ത് എഴുതി, 5. D4 എനിക്ക് എന്താ വന്നേ, 1 ആ വന്നത്, അപ്പൊ അതിന് ഞാൻ വീണ്ടും എന്ത് എഴുതി, 4 എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് 0.4454 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഈ 0.4454 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എങ്ങനെ എഴുതിയാലും നമ്മുടെ സെറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ R-ഉം R1-ഉം സെയിം അല്ല, കാരണം ഏത് പൊസിഷനില്, ഈ ഫസ്റ്റ് പൊസിഷനിൽ അത് ഡിഫറെന്റ് ആവും. അതേപോലെ R-ഉം R2-ഉം സെയിം അല്ല, കാരണം സെക്കൻഡ് പൊസിഷനിൽ ഈ നമ്പർ ഡിഫറെന്റ് ആവും. R-ഉം R3-യും എന്താവില്ല, സെയിം ആവില്ല, കാരണം തേർഡ് പൊസിഷനിൽ ഈ സംഭവം ഡിഫറെന്റ് ആവും. അപ്പൊ അങ്ങനെ ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ എഴുതണം കേട്ടോ, ഈ എക്സാമ്പിൾ എഴുതിക്കോളൂ, ഒന്നുകൂടി നന്നായിക്കോട്ടെ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് വരും, സോ വി ഗെറ്റ് R which is not in R1 R2 Rn. നമ്മൾ ലിസ്റ്റ് ചെയ്ത R1 R2 etc Rn ഇല്ലാത്ത R-നെ നമുക്ക് കിട്ടി. അപ്പൊ എന്താണ്, ബിക്കോസ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് R ഡിഫറെന്റ് ഫ്രം expansion of Ri in ith position. ith position എവിടെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഡെസിമൽ പോയിന്റ്. ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഒറ്റ R1 R2 R3 R4 ആയിട്ട് സെയിം അല്ല. കാരണം എന്താ, ith പൊസിഷനിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു നമ്പറിനെ കിട്ടി, നമ്മൾ ലിസ്റ്റ് ചെയ്ത നമ്പറിന് പുറത്തൊരു നമ്പറിനെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എന്താണ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്ന് പറയണത് എന്തല്ല. ഒന്നാമത് നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും ലിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്തല്ല, കൗണ്ടബിൾ അല്ല. സപ്പോസ് അത് കൗണ്ടബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാ നമ്പേഴ്സിനും ലിസ്റ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്തല്ല, കൗണ്ടബിൾ അല്ല, ഇത് അൺകൗണ്ടബിൾ ആണ്. നമ്മൾ പറയണത് എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്ന് പറഞ്ഞ അതിന്റെ സബ്സെറ്റ്, ആറിന്റെ ഒരു സബ്സെറ്റ് തന്നെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് 6 അൺകൗണ്ടബിൾ ആകുന്നു. നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഈ ഒരു